ഹലോ, ഞാൻ നിങ്ങളുടെ അയനമ്മു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ നേരെ കഥയിലേക്ക് പോവല്ലേ. അതിന് മുമ്പ് സൗണ്ടിൽ ചില വ്യത്യാസങ്ങളുണ്ടാവും. വേറെ ഒന്നും കൊണ്ടല്ല, ഇടയ്ക്കിടയ്ക്ക് ജലദോഷം കിട്ടുന്നുണ്ട് കേട്ടോ. അതങ്ങ് ക്ഷമിച്ചേക്കേ. അപ്പോൾ കഥയൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയണ്ടല്ലോ അല്ലേ, ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ വന്നോളൂ. ലിങ്ക് ചോദിച്ചാൽ മതി, ഞാൻ കമൻറ്റിലിട്ട് തരാം. അപ്പോൾ തുടങ്ങിയാലോ. എൻ്റെ പേര് പപ്പു. എനിക്ക് കുട്ടിക്കാലം മുതലേ അമ്മയെ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നെങ്കിലും പേടിക്ക് കുറവൊന്നുമില്ല. എനിക്ക് ഓർമ്മയായപ്പോൾ മുതൽ അച്ഛൻ ഗൾഫിലായിരുന്നു. വർഷത്തിൽ 1 മാസം ലീവിന് വന്നിട്ട് പോകും. അച്ഛൻ്റെ പേര് കോപൻ എന്നായിരുന്നു, അമ്മയുടെ പേര് ബിന്ദു. അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ആണുങ്ങളുടെയൊക്കെ സ്വപ്നറാണിയായിരുന്നു എൻ്റെ അമ്മ. കാണാൻ നല്ല സുന്ദരി, നല്ല വട്ടമുഖവും തുടുത്ത കവിളും നല്ല നീളത്തിലുള്ള തലമുടിയും. എന്താ പറയുക, 36 കൂടുതലുണ്ട്. അതിനൊത്ത എല്ലാം ഉണ്ട്. കാണാൻ എന്താ പറയുക, എല്ലാം കൊണ്ടും നല്ല രസമായിരുന്നു. ആര് കണ്ടാലും നോക്കി നിന്ന് പോകുന്ന ഒരു സൗന്ദര്യം. എപ്പോഴും ചിരിച്ചു നിൽക്കുന്ന പ്രകൃതാണെങ്കിലും എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. എന്നോട് മാത്രം എന്തിനാ അമ്മ ഇത്രയും ഗൗരവം കാണിക്കുന്നതെന്ന് കുട്ടിക്കാലത്ത് ഞാൻ ഈ സംശയം എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ തല തെറിച്ച കൂട്ടുകാർ പറഞ്ഞത് എന്താണെന്ന് കേൾക്കണ്ടേ. നിൻ്റെ അമ്മയ്ക്ക് അച്ഛൻ അടുത്തില്ലാത്തതിൻ്റെ അതാത്രേ. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടാതാകുമ്പോൾ അമ്മമാർ ഇതുപോലെ മക്കളെ ഉപദ്രവിക്കാറുണ്ടെന്നും പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് സുഹൃത്തുക്കളില്ലാതായി. എനിക്ക് അവരോടൊക്കെ നല്ല വെറുപ്പായിരുന്നു. എൻ്റെ ലോകം വീടും അമ്മയും മാത്രമായിരുന്നു. അമ്മയ്ക്ക് എന്നെ വെറുപ്പാണെങ്കിലും എനിക്ക് അമ്മയെ വലിയ ഇഷ്ടമായിരുന്നു. കൂട്ടുകാർ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അതിങ്ങനെ തലയ്ക്ക് കയറുമ്പോഴാണ് ആ ദേഷ്യം കണ്ട് അമ്മ എന്നെ ഉപദ്രവിക്കുന്നത്. ഒരാടിൽ മാത്രം ഒതുങ്ങാത്തതാണല്ലോ എന്നും കരുതി മറ്റുള്ള പുരുഷന്മാരെ അന്വേഷിച്ചപ്പോൾ പോയിട്ടുമില്ല. ഞാനും അമ്മയും കൂടെയൊക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോവില്ലേ, അപ്പോൾ ചില മാമന്മാരൊക്കെ അമ്മയെ വളയ്ക്കാൻ ശ്രമിക്കും. എന്തൊരതാടി, എന്തൊരിതാടി നിനക്ക്, രാത്രി ഞാൻ വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മയാണെങ്കിൽ ചി പോടാ, നിൻ്റെ അമ്മയില്ലേ വീട്ടിൽ, ആളുടെ പോയി ചോദിക്ക് എന്നൊക്കെ ചുട്ട മറുപടിയും കൊടുക്കാറുണ്ട്. എന്നിട്ട് വീട്ടിൽ വന്ന ആ ദേഷ്യം എന്നോടങ്ങ് തീർക്കും. എന്നെ ചില സമയം അമ്മ ക്രൂരായിട്ട് അമർത്തിക്കാറുള്ളത്. തുണിയൊക്കെ മാറ്റി നിർത്തും. പിന്നെ അമ്മയുടെ മടി കമന്ന് എന്നിങ്ങനെ ഇതാക്കിയിട്ട് ബട്ടക്സിലിട്ട് നല്ല രീതിക്കും കട്ടി കിട്ടും. എന്നിട്ട് രാത്രി തൈലം പുരട്ടി തരുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ അമ്മ ദേഷ്യം തീർക്കാറ്. അങ്ങനെ ശിക്ഷിച്ച് ഞാനിപ്പോൾ ഒന്നിനും കൊള്ളാത്തൊരു ഷണ്ടേട്ടനെ മാറിയോ എന്ന എൻ്റെ ഒരു സംശയം. മനസ്സിൽ നാണം തുടങ്ങുന്ന കാലത്തൊക്കെ എൻ്റെ നാണത്തിന് അമ്മ പുല്ല് വിലയാണ് കൽപ്പിച്ചിരുന്നത്. അമ്മയ്ക്ക് അവിടെ ആകെ കൂട്ടായിട്ടുള്ളത് അപ്പുറത്തെ വീട്ടിലെ ഗൗരി ആൻറ്റിയാണ്. അവർ ചിലപ്പോൾ വീട്ടിൽ വന്നിരിക്കും. ചിലപ്പോൾ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മയും ആൻറ്റിയും കൂടി ഹോളിൽ കാര്യം പറയുന്നതാവും. എന്നെ കണ്ട ഉടനെ അമ്മ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ ബുക്കൊക്കെ പരിശോധിക്കും. ഞാനാണെങ്കിൽ അടി എപ്പം കിട്ടുമെന്ന് പേടിച്ചാവും നിൽക്കുക. എന്നിട്ട് അമ്മ അവിടെ ആൻറ്റിയുടെ മുന്നിൽ വെച്ച് തന്നെ എൻ്റെ ഉടുപ്പും പാൻറ്റൊക്കെ അയച്ചതാക്കും. നാണം കൊണ്ട് അകത്തേത് അഴിക്കാൻ സമ്മതിക്കാതെ ഞാൻ അകത്തേക്ക് ഓടാൻ പോകുമ്പോൾ ഇവിടെ വാടാന്നും പറഞ്ഞ് അമ്മ എന്നെ തിരികെ വിളിക്കും. അമ്മയുടെ വിളി കേട്ടാൽ വരച്ചുകൊണ്ട് ഞാൻ തിരികെ ചെല്ലും. അപ്പോൾ അമ്മ ആൻറ്റിയുടെ മുന്നിൽ വെച്ച് തന്നെ അതും എടുത്ത് മാറ്റി ഓടിപ്പോയി കുളിക്കാൻ പറയും. അമ്മ അതിനെന്തോ ഒരാനന്ദം കണ്ടെത്തുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ആകെ ഒരാശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ നാട്ടിലുള്ള മാസമാണ്. ആ ദിവസങ്ങളിൽ അമ്മയിൽ നിന്നുള്ള പീഡനം ഉണ്ടാവാറില്ല. മറിച്ച് അമ്മ അച്ഛനെ ഒത്തിരി കഷ്ടപ്പെടുത്തുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കൊച്ചായതുകൊണ്ട് തന്നെ അവർക്കൊപ്പം തന്നെയായിരുന്നു രാത്രി ഉറങ്ങാറ്. ഇടയ്ക്ക് ഉണരുമ്പോൾ അച്ഛനും അമ്മയും കൂടി വഴക്ക് കൂടുന്നത് പോലെ സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിനക്കെന്താടി ഇത് മാത്രമേ ഉള്ളൂ വിചാരം എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഞാൻ ഈ 1 വർഷം കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ കാത്തു സൂക്ഷിച്ചു വെച്ചത് നിങ്ങളെനിക്കെല്ലാം തരുമെന്ന് കരുതിയ. അതിനിപ്പോൾ ഒരെണ്ണം കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇനി നിർബന്ധമാക്കെങ്കിലും എളുപ്പത്തിൽ നോക്കാം. അതുവരെ ഞാനിത് ഇങ്ങനെ ഇതാക്കി കിടക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നിനക്കറിയാലോ, എനിക്ക് ഒരു തവണ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ഉണരുമെങ്കിൽ 4-5 മണിക്കൂറെങ്കിലും പിടിക്കുന്നു. എന്നാൽ എനിക്ക് ഇത്തിരി ഇതാക്കി ഇങ്ങനെ തന്നൂടെ മനുഷ്യ നിങ്ങൾക്ക്?
എടി ഒന്ന് പറഞ്ഞാൽ മനസ്സിലാക്ക്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നമുക്ക് നാളെ പകലും മോനെ സ്കൂളിലൊക്കെ വിട്ടിട്ട് നല്ലപോലെ ചെയ്യാം. എന്താ പോരെ? ഇങ്ങനെ തന്നെയാ ഇന്നലെയും പറഞ്ഞ്. എൻ്റെ ഒരു വിധി, അതല്ലാതെ എന്താ പറയുക എന്നും പറഞ്ഞ് അമ്മ എണ്ണീറ്റ് വാഷ്റൂമിലേക്ക് പോകും. പിന്നെ കുറേ നേരം കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പോഴേക്കും അച്ഛൻ ഉറങ്ങിക്കഴിയും. കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് അമ്മ സ്വന്തമായിട്ട് ചെയ്യാണ്, അതിനാണ് വാഷ്റൂമിലേക്ക് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. കുറച്ച് നാൾ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ അതെങ്ങനെ ഉയർന്നു നിൽക്കാനൊക്കെ തുടങ്ങിയതോടെ അമ്മ എന്നെ കുളിപ്പിക്കുമ്പോഴും എന്നെ ശിക്ഷിക്കാനായി തുണി ഇതാക്കി നിൽക്കുമ്പോഴും എന്നെ ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുന്ന അവിടെ ഒന്നിതാക്കുന്നത് അമ്മയുടെ ഒരു ഹോബിയായിട്ട് മാറി. പതിവ് പോലെ ഒരു ദിവസം ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മയും അപ്പുറത്തെ വീട്ടിലെ ഗൗരി ആൻറ്റിയും കൂടി എന്തോ മറ്റേ ടോക്കൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ പെട്ടെന്ന് നിർത്തി കളഞ്ഞു. ആൻറ്റിയാണെങ്കിൽ എന്താ പറയുക, ഇരിക്കുന്ന ഇരിപ്പ് നല്ല രീതിക്ക് കാണിച്ചു തരുന്ന രീതിക്കായിരുന്നു. ഞാൻ അവിടെ നോക്കിയപ്പോഴേ എനിക്കെന്തോ വല്ലാണ്ട് തോന്നി. അത് കാരണം ഞാൻ പെട്ടെന്ന് നോട്ടം മാറ്റിക്കൊണ്ട് അകത്തേക്ക് പോകാൻ പോയതും അമ്മ എന്നെ വിളിച്ച് പതിവ് പോലെ സ്കൂൾ വിശേഷങ്ങൾ ചോദിച്ചു. അത് കഴിഞ്ഞ് ആൻറ്റിയുടെ മുന്നിൽ വെച്ച് തന്നെ എൻ്റെ യൂണിഫോം ഷർട്ടും പാൻറ്റും അകത്തേതും ഒക്കെ അഴിച്ചു മാറ്റി. അപ്പോഴേക്കും എൻ്റെ ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുന്നത് ആൻറ്റിയും കണ്ടു. ഞാൻ വേഗത പൊത്തിപ്പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, എടി നിനക്കിപ്പോഴും നാണല്ലേ അവനെ പരസ്യമായിട്ട് നിർത്തി തുണി മാറ്റാനെന്ന്? എന്തിനാ നാണിക്കുന്നത്? ഞാൻ കാണാത്തൊന്നും അവനില്ലല്ലോ. എന്നാലും അവൻ പ്രായപൂർത്തിയായ പയ്യനല്ലേടി, കണ്ടില്ലേ അവൻ്റെ ഇതൊക്കെ വളർന്നു തുടങ്ങി. ആണോ? ഞാനിതുവരെ ശ്രദ്ധിച്ചില്ല എന്നും പറഞ്ഞ് അമ്മ എന്നെ ഹാളിലേക്ക് വിളിച്ചു. എന്നിട്ട് ഇങ്ങനെ കൂടെ പറഞ്ഞു, ഇവിടുന്ന് പോയ പോലെ ഇങ്ങ് പോരെയെന്ന്. ഞാനൊന്ന് നാണിച്ചെങ്കിലും പേടി കൊണ്ട് വേഗം അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഞാനത് കൈകൊണ്ട് പൊത്തി പിടിച്ചിരുന്നു. എന്നാൽ അവിടെ ചെന്നതും അമ്മ എന്നെ പിടിച്ചടുത്ത് നിർത്തിക്കൊണ്ട് എൻ്റെ കൈയങ്ങ് പിടിച്ച് മാറ്റി. അപ്പോഴും എൻ്റേത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ശരിയടി ഗൗരി നീ പറഞ്ഞത്, എൻ്റെ മോൻ്റേത് വളർന്നു തുടങ്ങിയിരിക്കുന്നു. ഇത് കേട്ടതും ഞാൻ നാണം കൊണ്ട് വല്ലാണ്ടായിപ്പോയി. എന്നിട്ട് അമ്മ അതിലൊന്ന് ഇതാക്കിയിട്ട് പറഞ്ഞു, ഇത് കുറേശ്ശെ ബലവും വെച്ച് തുടങ്ങിയടി, സംശയം ഉണ്ടെങ്കിൽ നീ ഒന്ന് നോക്കിക്കോ. ഇത് കേട്ടതും ഗൗരി ആൻറ്റി അടുത്തേക്ക് നീങ്ങിയിരുന്ന് എൻ്റെ ഇതിലൊന്ന് ഇതാക്കി. എടി ബിന്ദു, ബലം മാത്രമല്ല, ചുറ്റിലും ചെറുതായിട്ട് കാടും പടലും ഒക്കെ വളർന്നും തുടങ്ങി, ചെറുതായിട്ട്. ഇത് കേട്ടതും അമ്മ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് മുഖം എൻ്റെ അവിടേക്ക് ഇങ്ങനെ അടുപ്പിച്ചു. അമ്മയുടെ ശ്വാസോച്ഛ്വാസം അവിടെ ഒന്ന് പതിച്ചപ്പോൾ അത് വീണ്ടും ഇങ്ങനെ വെട്ടി വിറച്ചു. ഇത് തിരിച്ചറിഞ്ഞ അമ്മ എൻ്റെ ഒന്നിതാക്കി ദേഷ്യത്തിൽ, എന്താടാ നീ കാണിക്കുന്നേ? നിനക്കിപ്പോൾ എന്ത് തോന്നിയിട്ടാടാ ഇപ്പോൾ ഇതിനൊരു ഇളക്കം വന്നത്? തൽക്കാലം ഗൗരി ഇരിക്കുന്നത് കൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു, ബാക്കി നീ രാത്രി തരാം എന്നും പറഞ്ഞ് എന്നെ ചന്തിക്കൊരു അടിയും തന്ന് എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ അടിയും മേടിച്ച് അകത്തേക്ക് പോയി. അന്ന് രാത്രി പഠിക്കാനിരിക്കുമ്പോൾ ഉത്തരം തെറ്റിച്ചെന്നും പറഞ്ഞ് അമ്മ പട്ടി എടുക്കാനായി പോയതും പതിവ് പോലെ ഞാൻ എൻ്റെ ഷർട്ടും അതുമൊക്കെ മാറ്റി നിന്നു. വടിയുമായി തിരികെ വന്ന അമ്മ സെറ്റിലിരുന്നു കൊണ്ട് ഒന്നുമില്ലാതെ നിന്ന് എന്നെ അമ്മയുടെ മടിയിൽ ഇങ്ങനെ ഇതാക്കി നല്ല രീതിക്ക് പുറമെ ആട്ടി തന്നു. അന്ന് അമ്മ പതിവിലും കൂടുതൽ എന്നെ അടിച്ചു. എൻ്റേത് മൊത്തം ചുവന്ന് പൊട്ടിയതുപോലായി. ഞാൻ ഉറക്ക വിളിച്ചില്ല. വിളിച്ചാൽ പിന്നെ അതിനാവും തല്ലി. അതുകൊണ്ടെന്താ, ഞാൻ ശബ്ദം പുറത്ത് വരാതെ തേങ്ങി കരഞ്ഞു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാനായി റൂമിൽ കയറി. ഞാൻ അന്നും ഇന്നും അമ്മയുടെ ഒപ്പം കിടക്കുന്നത്. എനിക്കാണേ വേദന കൊണ്ട് ഉറക്കം വന്നില്ല. ഞാൻ ചരഞ്ഞിട്ടാണ് കിടന്നിരുന്നത്. എന്താടാ ഉറക്കം വരുന്നില്ലേ? വേദനിക്കുന്നുണ്ടോ? ഞാൻ എന്നാലേ നിക്കർ അയച്ചിട്ട് കമ്മിന്നങ്ങ് കിടന്നോ, ഞാൻ തൈലിട്ട് തരാം. ഓ തൈലം വേണ്ട അമ്മേ, നീറും, ഇപ്പോഴേ വേദന സഹിക്കാൻ പറ്റുന്നില്ല. എന്നാ തൈലം വേണ്ട, ഞാൻ നിനക്ക് നല്ലപോലെ തടവിത്തരാം. ഞാൻ അമ്മ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. അമ്മയുടെ ആ സ്പോഞ്ച് പോലുള്ള കൈകൾ എൻ്റെ കുഞ്ഞവിടെ നിന്ന് താക്കിയപ്പോൾ വേദനയ്ക്കപ്പുറം എനിക്കെന്തോ നല്ല സുഖം കൂടി തോന്നി. നല്ല കുട്ടിയല്ലാത്തത് കൊണ്ടല്ലേ മോനെ ഞാൻ അടിക്കുന്നത്. ഇനി മോൻ നല്ല കുട്ടിയായിട്ട് നല്ലപോലെ പഠിക്കണം കേട്ടോ. എന്നാ അമ്മ ഇനി മോനെ തല്ലത്തില്ല. ഇതൊക്കെ സ്ഥിരം കേൾക്കുന്ന ഡയലോഗാണെങ്കിലും അമ്മയുടെ ആ കരസ്പർശം എന്നും എന്നും എനിക്കിഷ്ടമായിരുന്നു. മോൻ ഉറങ്ങിക്കോ, മോൻ ഉറങ്ങുന്നവരെ ഞാൻ ഇവിടെ ഇരുന്ന് തടവിത്തരാം എന്നും പറഞ്ഞ് അമ്മ അങ്ങനെ മൃദുവായിട്ട് തടവുമായിരുന്നു. എന്നാൽ സുഖത്തിന് പുറമെ വേദന ഉള്ളത് കൊണ്ട് എനിക്ക് ഉറക്കം വന്നില്ല. എന്നാലും ഞാൻ ഉറക്കം നടിച്ച് കിടന്നു.
എന്തോ ഒരു നനവ് എനിക്കവിടെ അനുഭവപ്പെട്ടു. ഞാൻ നോക്കിയപ്പോഴേ എന്തായിരുന്നു നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാനതൊക്കെ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിലും അനങ്ങാരങ്ങനെ കിടന്നു. അമ്മ എന്തേലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ടെ എന്ന് തന്നെ കരുതി. അപ്പോൾ മറ്റെന്തോരിത് എൻ്റെ അവിടെ ഇതായിട്ട് തട്ടുന്ന പോലെയോ മുട്ടുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ വീണ്ടും അമ്മ അറിയാതെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഞാൻ ശരിക്കും അന്തം വിട്ടു പോയി എന്ന് തന്നെ പറയാം. അങ്ങനെ ആ ബാക്കിലില്ലേ അമ്മതേ നാവ് കൊണ്ട് ഓരോന്ന് കാട്ടുക എന്ന അമ്മയുടെ പ്രവൃത്തി എനിക്കൊരു പുതിയ സുഖമായിരുന്നു തന്നത്. അമ്മ അങ്ങനെ കാണിക്കുന്നത് ഞാൻ അറിയുന്നെങ്കിലും അഭിനയിച്ച് കിടക്കല്ലേ. പക്ഷേ വല്ലാണ്ടങ്ങ് അമ്മ ഇതാക്കിയപ്പോഴത്തേക്ക് എനിക്ക് ചെറുത്ത ടിക്കിളിയായി. അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹവും പിന്നെ എന്നെ തല്ലിയതിലുള്ള കുറ്റബോധവും കണ്ട അമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് ഞാൻ ധരിച്ചത്. കുറേ നേരം അമ്മ പ്രവർത്തി തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ അമ്മ അത് നിർത്തി നേരെ വാഷ്റൂമിലേക്ക് പോയി. കുറേ നേരമായിട്ടും തിരികെ കാണാഞ്ഞിട്ട് ഞാൻ എണീറ്റ് ബാത്റൂമിൻ്റെ ഡോറിനടുത്ത് ചെന്നപ്പോൾ അകത്തുനിന്ന് അമ്മയുടെ മൂളലും കുറുകലും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിൽ ഇങ്ങനെ കൈയിട്ടാക്കത്തില്ലേ, അതുപോലൊരു തരം പ്രത്യേക സൗണ്ട് ഞാൻ കേട്ടു. പിന്നീട് എനിക്ക് മനസ്സിലായത് അമ്മ സ്വന്തമായിട്ട് ചെയ്തതായിരുന്നു. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. എൻ്റേതിന് ചുറ്റും നല്ല രീതിക്ക് കാട് വളരാൻ തുടങ്ങി. എനിക്കിപ്പോൾ നാണമൊക്കെ വന്നു തുടങ്ങി. പക്ഷേ ഞാനത് ആരോട് പറയാൻ? എൻ്റെ നാണമൊന്നും അമ്മയുടെ അടുത്ത് വില പോകില്ലല്ലോ. ഇടയ്ക്കൊക്കെ അമ്മ എന്നെ കുളിപ്പിക്കുന്ന പതിവ് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു അവധി ദിവസം എന്നെ കുളിപ്പിക്കാനായി വിളിച്ചു. ഞാനും അമ്മയും കൂടി വാഷ്റൂമിൽ പോയി. അമ്മ ഒരു നൈറ്റിയായിരുന്നു വേഷം. വീട്ടിലായത് കൊണ്ട് അമ്മ മിക്കപ്പോഴും അടിയത്തതിടാറില്ല, ധരിക്കാറില്ലെന്ന് വേണം പറയാൻ. അങ്ങനെ അതൊക്കെ കാട്ടി ഇങ്ങനെ അമ്മ നിന്നു. ഞാൻ വേഷമൊക്കെ മാറി ഒരു തോർത്തെടുത്ത് നിന്നു. ഇന്നെന്താടാ ഒരു പുതുമ, തോർത്തൊക്കെ എടുത്ത് നിൽക്കുന്നേ? എൻ്റെ പ്രായത്തിലുള്ള പിള്ളേരൊന്നും അമ്മമാർ കുളിപ്പിക്കാറില്ല. അതുകൊണ്ട് ഞാനിന്ന് മുതൽ തനിയെ കുളിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞു നോക്കി. അതൊന്നും ഇവിടെ നടപ്പില്ല. നീ ഒറ്റയ്ക്ക് കുളിക്കാറാകുമ്പോൾ ഞാൻ പറയും, നീ തൽക്കാലം തോർത്തം കഴിച്ചു മാറ്റി. അമ്മ പറഞ്ഞ പിന്നെ എനിക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ എന്ന് അമ്മയ്ക്ക് നല്ല രീതിക്ക് അറിയാം. ഞാനങ്ങനെ എൻ്റെ തോർത്തയച്ച് കമ്പയിലിട്ടു. എന്നെ അമ്മ തോളിയതാക്കി അടുത്തേക്ക് നീക്കി നിർത്തി ദേഹത്ത് വെള്ളം കോരി ഒഴിച്ചു. എന്നിട്ട് സോപ്പൊക്കെ എടുത്ത് മൊത്തത്തിൽ തേക്കാൻ തുടങ്ങി. ആ കൈകൾ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുമ്പോൾ എൻ്റെ അവിടെ ഒരനക്കം ഞാൻ കണ്ടു. എന്തോ അങ്ങനെ അമ്മ അപ്പോൾ പറയുക, മനസ്സിൽ വഷളത്തിലൊക്കെ കൂടുന്നുണ്ടെന്ന്. എൻ്റെ മുഖത്ത് നോക്കി സൂക്ഷിച്ചു നോക്കി അമ്മ പറഞ്ഞപ്പോൾ ഞാനങ്ങ് വല്ലാണ്ടായിപ്പോയി. അമ്മ എല്ലായിടത്തും നല്ല രീതിക്ക് സോപ്പ് തേക്കുന്നുണ്ട്. സോപ്പ് തേക്കുന്ന താളത്തിനനുസരിച്ച് അതും ഇങ്ങനെ താളം പിടിക്കുന്നത് ഞാൻ നോക്കി നിന്നു. എന്നിട്ട് അമ്മ അവിടെയൊക്കെ നല്ല രീതിക്ക് ആക്കിയിട്ട് എനിക്ക് ഓരോന്ന് പറഞ്ഞു തന്നു. ഞാൻ ശരിയെന്ന് പറഞ്ഞ് തലയാട്ടി. മഗ്ഗിൽ കുറച്ച് വെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിച്ചെന്ന് അമ്മ പറഞ്ഞ്. അത് കേട്ട് ഞാൻ വെള്ളമെടുത്ത് എൻ്റെ അവിടെ നിന്ന് ഒഴിച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെ അവിടെ സെറ്റാക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അമ്മ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ അതൊക്കെ കേട്ട് തലയാട്ടിയതേ ഉള്ളൂ. അങ്ങനെ എന്നെ കുളിപ്പിച്ച് പുറത്തിറക്കിയ ശേഷം അമ്മ അങ്ങനെ എന്നെ കുളിക്കാൻ കയറി. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അമ്മ കുളി കഴിഞ്ഞിറങ്ങിയത്. അപ്പോഴേക്കും ഞാനൊക്കെ ഇട്ട് കഴിഞ്ഞിരുന്നു. അന്നും രാത്രി കിടക്കാനൊക്കെ കയറിയപ്പോൾ അമ്മ അച്ഛനെ ഫോൺ ചെയ്തു. ഇടയ്ക്കൊക്കെ അത് പതിവുള്ളതാ. അതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കാതെ ഉറങ്ങാൻ തുടങ്ങി. പക്ഷേ അന്ന് കണ്ണടച്ച് കിടന്നെങ്കിലും എനിക്ക് ഉറക്കം വന്നില്ല. അപ്പോഴാണ് അച്ഛൻ ചോദിക്കുന്നത്, മോൻ ഉറങ്ങിയോടിയെന്ന്. സ്പീക്കർ ഫോണിലായത് കൊണ്ട് അച്ഛൻ പറയുന്നത് എനിക്ക് നന്നായിട്ട് കേൾക്കാമായിരുന്നു. അവൻ കിടന്ന പാടെ പോത്തുപോലെ ഉറങ്ങാൻ തുടങ്ങിയെന്ന് അമ്മ തിരികെ പറഞ്ഞു. അവൻ ഉറങ്ങട്ടടി, പഠിച്ചതിൻ്റെ ക്ഷീണം കാണും. അതെ അതെ, ഉറക്കക്കാര്യത്തിൽ മാത്രം അച്ഛൻ്റെ അതേ സ്വഭാവമാണ്. കട്ടിൽ കണ്ടാൽ മതിയല്ലോ. അത് കേട്ട് അച്ഛനൊന്ന് ചിരിച്ചു. ചിരിക്കാനൊക്കെ വരട്ടെ, നിങ്ങളെന്താ നാട്ടിലേക്ക് വരുന്നില്ലേ? ഞാനിവിടെ ഓരോന്നിതായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒന്നാകുന്നു. നിനക്ക് എപ്പോഴും ചിന്ത മാത്രമേ ഉള്ളൂടി. എനിക്കിവിടെ ലീവ് കിട്ടണ്ടേ? നിങ്ങൾക്ക് ഏതെങ്കിലും കാലത്ത് ലീവ് കിട്ടി നിങ്ങൾ വരുമ്പോൾ എൻ്റെത് മൊത്തം വറ്റി വരണ്ടിട്ടുണ്ടാവും. നിനക്കവിടെ സ്വന്തമായിട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ. എൻ്റെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 10-12 പേരുള്ളൊരു മുറിയിലാണ് ഞാൻ താമസിക്കുന്നത്. സ്വന്തമായിട്ട് ചെയ്തിട്ട് തന്നെ ഒരു മാസമായി. നിനക്കവിടെ ദിവസവും സ്വന്തമായിട്ടെങ്കിലുള്ള സൗകര്യം ഉണ്ടല്ലോ അല്ലേ? ശരിയാ,
അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചത്തുപോയേനെ. ഇന്നും കളിക്കാൻ കയറിയപ്പോൾ നന്നായിട്ടൊന്ന് ഇതാക്കിയിട്ടുണ്ട് ഞാൻ കളിച്ചിറങ്ങിയത്. നീ ഇപ്പോഴും എൻ്റെ ഇതിനെ ആലോചിച്ചിട്ട് തന്നെയാണോ? ഓ, അതൊക്കെ പണ്ട്. ഞാനിപ്പോൾ നിങ്ങളുടെ പപ്പമ്മൻ്റെ ചെറിയത് ഓർത്തിട്ടാ. ഇത് കേട്ട് കണ്ണടച്ച് കിടന്ന് ഞാൻ പോലും ഒന്ന് ഞെട്ടിപ്പോയി. എടി മഹാഭാവി, അവൻ നമ്മുടെ മോനല്ലടി. അവനെ ഓർത്തിനൊക്കെ എങ്ങനെയാടി ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നേ? ഞാനവനെ പിടിച്ച് തിന്നുന്നൊന്നുമില്ലല്ലോ. എൻ്റേത് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ ഓർത്തങ്ങ് ഇതാക്കും, അത്രേ ഉള്ളൂ. എന്നാലും നീ ചെയ്യുന്നതൊരു മഹാഭാവമാണ്. ആരെങ്കിലും അറിഞ്ഞാൽ തന്നെ എന്ത് വിചാരിക്കും? ഓ പിന്നെ, ഇതൊക്കെ ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കാൻ പോവുകയല്ലേ. നിങ്ങളായിട്ട് ആരോടും പറയാതിരുന്നാൽ മതി. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാനത് തുടങ്ങിയിട്ട് തന്നെ 6 മാസത്തിൽ കൂടുതലായി. എന്നാലും എന്തോ എനിക്കതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ദേ മനുഷ്യ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്നാൽ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് അതൊക്കെ അങ്ങ് തീർത്ത് നിന്നിട്ട് പോ. അല്ലെങ്കിൽ അതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ ആരെങ്കിലും ഏർപ്പാടേക്ക് തന്നിട്ടാണോ പോയത്? അല്ലല്ലോ. ഇത് കേട്ടതും കുറച്ച് നേരത്തേക്ക് അച്ഛനൊന്നും മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞതും അമ്മ തന്നെ വീണ്ടും പറഞ്ഞു തുടങ്ങി. അത് പറയുമ്പോൾ അമ്മയുടെ ശബ്ദം നന്നായിട്ട് ഇടറുന്നുണ്ടായിരുന്നു. എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന കാലം മുതൽ നിങ്ങൾ ഗൾഫിലാണ്. വർഷത്തിൽ കുറച്ച് ദിവസം മാത്രമാണ് നിങ്ങൾ എൻ്റെ അടുത്തുണ്ടാകാറുള്ളത്. ഈ കാലം അത്രയും നിങ്ങളുടെ അന്തസ്സിന് കോട്ടം വരുന്ന എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടോ? പിന്നെ എന്നിലെ വികാരം അത് ശമിപ്പിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പരാതി പറയുന്നതല്ലാതെ ഞാൻ എൻ്റെ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ഇന്നേ വരെ ചീത്തയായിട്ടില്ല. അറിയാം മോനെ, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. ആ ധൈര്യത്തിലല്ലേ നിന്നെ തനിച്ചാക്കിയിട്ട് ഞാനിവിടെ ജീവിക്കുന്നത്. നീ തെറ്റൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പിന്നെ മോനെപ്പറ്റി പെട്ടെന്ന് കേട്ടപ്പോൾ ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നിനക്കവനോട് നല്ല സ്നേഹമാണെന്നും ഞാൻ അടുത്തില്ലാത്തത് കൊണ്ട് അവൻ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി നീ അവനോട് ദേഷ്യം അഭിനയിക്കുന്നതാണെന്നൊക്കെ നീ മുമ്പ് പറയുമ്പോൾ എനിക്ക് നിന്നോടൊരു വലിയ അഭിമാനമാണ് തോന്നിയത്. അപ്പോൾ നീ ഈ ചെയ്യുന്നതിലും തെറ്റൊന്നും ഉണ്ടാവില്ല എന്നെനിക്ക് ബോധ്യമുണ്ട്. ഓഹോ, അപ്പോൾ അമ്മ ഇതുവരെ എൻ്റെ മുന്നിൽ ദേഷ്യക്കാരായിട്ട് അഭിനയിച്ചതായിരുന്നല്ലേ? അമ്മ കള്ളി, ഞാൻ മനസ്സിലോർത്തുകൊണ്ട് കിടന്നു. നിങ്ങൾക്കറിയാലോ, പണ്ടേ എനിക്ക് ഇത്തിരി കൂടുതലാണ്. പലപ്പോഴും അത് തീർക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിഞ്ഞിട്ടുമില്ല. എന്നാലും ഞാൻ ഇന്ന് വരെ നിങ്ങളെ വെറുത്തിട്ടുണ്ടോ? എനിക്കറിയാടി പൊന്നെ. അതല്ലേ ഞാൻ നിനക്ക് നല്ല നല്ല കഥകളും വീഡിയോസും ഒക്കെ അയച്ചു തരുന്നത്. അതൊക്കെ കണ്ട് എൻ്റെ മോളൊന്ന് സുഖിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടല്ലേ? ഓ, അതൊക്കെ കണ്ടിട്ട് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് എനിക്കിതുപോലെയൊക്കെ ചേട്ടനൊന്ന് തന്നിരുന്നെങ്കിലെന്ന്. നിനക്കറിയാലോടി, എനിക്ക് പണ്ടേ അതിലത്ര എക്സ്പീരിയൻസ്ഡ് ഇല്ലയെന്ന്. പലപ്പോഴും നീ എൻ്റെ മുകളിലാവുമ്പോൾ എനിക്ക് എത്ര തവണ വേദനിച്ചിട്ടുണ്ടെന്നറിയോ? എന്നാലും ഞാൻ നിനക്ക് വേണ്ടി സഹിച്ച് കിടക്കും. പിന്നെ ഉറങ്ങിക്കിടക്കുമ്പോൾ നീ ഓരോന്ന് കാട്ടുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടാറുണ്ട്. ഞാനതുപോലും നിനക്ക് വേണ്ടിയിട്ട് സഹിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ കൊണ്ടല്ല ചേട്ടനെ വഞ്ചിക്കാതെ ഞാൻ ഇതുവരെ ജീവിക്കുന്നത്. നമ്മുടെ മോനിപ്പോൾ കുറച്ചും കൂടി വളർന്നു കാണുമല്ലേ? നിങ്ങൾ പോയത് പിന്നെ നല്ല രീതിക്ക് വളർന്നെങ്കിലും ശരീരം നന്നായിട്ട് വളർന്നിട്ടില്ലെങ്കിലും മറ്റവൻ നല്ല രീതിക്ക് വളർന്നിട്ടുണ്ട്. എൻ്റേതിൻ്റെ അത്രയും ആയോടി. ഇങ്ങനെ പോയാൽ കുറച്ച് ദിവസത്തിനകം അവൻ നിങ്ങളെ കടത്തി വെട്ടുമെന്നാണ് തോന്നുന്നത്. എന്തേ, അത് ഉണർന്നു നിൽക്കാനൊക്കെ തുടങ്ങിയോ? ചില സമയത്തൊക്കെ അത് സെറ്റായിട്ട് നിൽക്കും. അത് കാണുമ്പോഴാണ് എനിക്കങ്ങ് ഇളകുന്നത്. നിൻ്റെ മുന്നിൽ അങ്ങനെ ഇതാക്കുമ്പോൾ അവന് നാണം വരില്ലേടി? ഇപ്പം കുറച്ച് നാളായി അവന് ചെറിയ നാണമൊക്കെ വന്ന് തുടങ്ങിയെങ്കിലും ഞാൻ അവനെ പേടിപ്പിച്ചങ്ങ് നിർത്തും. എന്നാലല്ലേ എനിക്കവൻ്റെ അതങ്ങനെ കാണാൻ പറ്റൂ. അവന് എന്തെങ്കിലുമൊക്കെ വന്ന് തുടങ്ങിയോടി? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ചില സീനൊക്കെ കാണുമ്പോഴൊക്കെ മോൻ സെറ്റാവുന്നൊക്കെ ഉണ്ട്. അതേത് സീനാ? ഒരു ദിവസമല്ലേ ഞാനും അപ്പുറത്തെ ഗൗരിയും കൂടി ഇവിടെ ഹാളിലിരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മോൻ സ്കൂളിൽ നിന്ന് വന്നത്. ആ സമയം ഗൗരിയുടെ ഇരിപ്പ് അതത്ര രസമല്ലായിരുന്നു. അതൊക്കെ അവൻ ശ്രദ്ധിക്കുന്നത് ഞാൻ നല്ല രീതിക്ക് കണ്ടു. അപ്പം എന്താ, ഞാൻ അവൻ്റെ അത് ഷർട്ടും പാൻറ്റൊക്കെ കഴുകാനായി ഉരുമേടിച്ചു. അപ്പോൾ ആദ്യമായിട്ട് ഞാനത് കണ്ടു, മോൻ്റെ കുഞ്ഞൻ സാധനം എണീറ്റ് നിൽക്കുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ ഞാനും അവനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ തുടങ്ങി. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ അവനെ കുളിപ്പിക്കാനായി പോയപ്പോൾ മനഃപൂർവ്വം ഞാൻ അവനൊന്ന് കാട്ടിക്കൂട്ടി.
അപ്പോഴേക്കും മോനേത് സെറ്റായെന്ന് വേണം പറയാൻ. അപ്പോൾ അവനൊന്നും പറഞ്ഞില്ലേടി? അവനിനി മുതൽ ഒറ്റയ്ക്ക് കുളിച്ചോളാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ വിടുവോ? അങ്ങനെ വിട്ടാൽ പിന്നെ അത് കാണാനോ ഒന്ന് ഇതാക്കാനൊന്നും എനിക്ക് കഴിയാതെ വരില്ലേ? എന്നിട്ട് നീ അവൻ്റെ തൊട്ടോ? പിന്നെ തൊടാതെ ഞാൻ നല്ല രീതിക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഞാനതൊക്കെ ചെയ്യുമ്പോൾ എന്ത് സഹിക്കുന്നുണ്ടെന്നറിയോ? പിന്നെ അപ്പോൾ നീ എങ്ങനെ സ്വന്തമായിട്ടാക്കി? മോനെ കുളിപ്പിച്ചിറക്കിയ ശേഷം ഞാൻ ആ രംഗമൊക്കെ നല്ലപോലെ മനസ്സിലോർത്തുകൊണ്ട് നല്ല രീതിക്ക് ആക്കി. എന്തേ അതൊക്കെ ഓർത്തപ്പോൾ തന്നെ വീണ്ടും എനിക്ക് സെറ്റായി തുടങ്ങി. വീണ്ടും കുഴപ്പമായോ? ആയാലും നിങ്ങൾക്കൊന്നും ചെയ്തു തരാൻ കഴിയില്ലല്ലോ, പിന്നെന്തിനാ ചോദിക്കുന്നേ? അതുകൊണ്ട് തൽക്കാലം നിങ്ങളിപ്പോൾ ഫോൺ വെക്കുന്നതാണ് നല്ലത് എന്നും പറഞ്ഞ് അമ്മ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് കയ്യത്തെ ലൈറ്റ് ഓഫാക്കി എൻ്റെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. എന്നിങ്ങനെ ചുറ്റിപ്പിടിച്ച് കുറച്ച് കഴിഞ്ഞതും അമ്മയുടെ കവിരലുകൾ താഴേക്ക് എന്തോ അന്വേഷിച്ച് പരന്ന് നടക്കുന്ന പോലെ എനിക്ക് തോന്നി. എന്തായിരിക്കും? അത് തന്നെ അമ്മ നൈസായിട്ട് അവിടേക്ക് വന്ന് അതിലിങ്ങനെ പിടുത്തിട്ടു. എനിക്കാണേ അതറിയുന്നുണ്ടെങ്കിലും നല്ല രീതിക്കൊരു ഫീല് കിട്ടിയത് കാരണം ഞാനങ്ങനെ അനങ്ങാതെ കിടന്നു. കുറച്ചൊരങ്ങനെ ആയപ്പോൾ തന്നെ അത് നല്ല രീതിക്ക് ഓണായി. അപ്പോഴേക്കും അമ്മ പതിയെ താഴേക്ക് ഇതാവുന്ന പോലെ എനിക്ക് തോന്നി. അമ്മ എന്താ ചെയ്യാൻ പോണെന്നറിയോ? അമ്മയല്ലേ എൻ്റേത് എടുത്തിട്ടേ ബാക്കി കേൾക്കണോ? ബാക്കി ഞാനെന്നാ നമ്മുടെ ഗ്രൂപ്പിലും ലിങ്കിലൊക്കെ കൊടുത്തേക്കാം. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് നല്ല പച്ചയ്ക്ക് കേൾക്കണമെന്നുള്ളവർ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ കഥ ഇഷ്ടമാണെന്ന് കരുതുന്നു. ബാക്കി കേൾക്കണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അടുത്തൊരു കഥയായിട്ട് കാണുന്നവരെ ബൈ.